Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. ആര്യയുടെ വീട്ടിൽ ചെന്ന് സിബിൻ അവതരിപ്പിച്ചിരുന്നു. ആര്യയുടെ അമ്മയുടെ ഞാനാ പറഞ്ഞ. അപ്പൊ എന്തായിരുന്നു റെസ്പോൺസ്? ബാവർന്നിരുന്നു കുറച്ചു നേരം. അപ്പൊ ഞാൻ ആര്യ ഫോണിലെടുത്തിട്ട് പപ്പയെ വിളിച്ച് കോൺഫറൻസിലിട്ട് മമ്മി ഉണ്ടോ അടുത്ത്? ഉണ്ടല്ലോ, ലൗഡ് സ്പീക്കർ ഇട്ട് ആ മമ്മി ഞാൻ കല്യാണം കഴിയാൻ പോവാണേ. ആര്യ എന്ന് പറയുന്ന ഒരു കോസ്റ്റ്യൂമർ കൂടിയാണ്. സാരിക്കട മൈലാളി. അതേ ടെൻഷൻ സിബിനുണ്ടോ? എന്തിന്? ആണുങ്ങളുടെ തലവിധിയാണ്, പെണ്ണുങ്ങൾ എന്തിടുന്നു അതിനനുസരിച്ചുള്ള കഷണങ്ങൾ തയ്പ്പിച്ച് ഇറങ്ങി വരികയാണുള്ള. സാരി, ചെലങ്ക, അതിന് ചെക്കതായ മാല, അതൊന്നല്ല, ഒരു 9 എണ്ണം കാണും ഇതുവരെ. പിന്നെ നെറ്റിച്ചുട്ടി, പിന്നെ ഇവിടെ ബ്ലൂഷസ്, ഇവിടെ എന്തുണ്ട്, ഒരു ചെരുപ്പ്, ഒരു വാച്ച്, കൂടിപ്പോയ 2 മോതിരം. നിങ്ങൾ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ മറ്റൊരു സുഹൃത്ത് നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ 2 പേരുടെയും കോമൺ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഞങ്ങളോട് അത് ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങൾ എന്തായിരുന്നു മറുപടി പറഞ്ഞോണ്ടിരുന്നത്? ശരിയല്ല, അത് ശരിയല്ലേ, ഇവളായിട്ട് സെറ്റ് ആവില്ല. ഒരു ഡ്രോ, ഒരു ഡയറി, കൊള്ളാലോ ഡയറി. അപ്പൊ അതിൽ എപ്പോഴും 5 എഴുതിയിട്ടുണ്ട്. എന്നെയും ആരെയും കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവര് തമ്മിൽ കല്യാണം കഴിച്ച സൂപ്പർ ആയിരിക്കും. സിബിന് പോലെ തന്നെ ഒരു ട്രോമ ഉള്ള ആളായിരുന്നു ആര്യയും. ആ സമയത്ത് സിബിൻ ഉണ്ടായിരുന്നു? ഇല്ല, ആ സമയത്ത് ഞങ്ങൾ അറിയുന്ന ആൾക്കാരാണ്, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആക്കിയത് സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറഞ്ഞ ഷോ ആണ് ഏഷ്യാനെറ്റിലെ. ആണോ? അതെ അതെ. ഇതാണ് എന്റെ റൈറ്റ് പാർട്ട്ണർ എന്ന് കണ്ടുപിടിക്കാൻ തോന്നിയ, അല്ലെങ്കിൽ ആ തോട്ട് ഉണ്ടായതിന് കാരണം എന്തായിരുന്നു? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ആര്യ. അതായത് എന്റെ എല്ലാം അറിയാം, എന്റെ ഉടായ്പ മൊത്തം പരിപാടികൾ അറിയാം. നമ്മളിപ്പോ ഇങ്ങനെ നോക്കിയാലും മനസ്സിലാവും ഏതോടെ പെടിനെ വായി നോക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഒരാളാകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടൊരു തീരുമാനം എടുത്തു. കല്യാണം കഴിച്ചാലൊന്നും ഞാനാണ് ആദ്യം ചോദിച്ചത്. പറയാൻ പറ്റില്ല, വെള്ള മനസ്സിലുണ്ടായിരുന്നിരിക്കാം. പിന്നെ ഒരു ജാട ഉണ്ടല്ലോ, സമ്മതിച്ചില്ല. ഞാൻ ദേഷ്യം വന്ന മാക്സിമം എക്സ്ട്രീം എന്താ ചെയ്യുന്നത് അവൾക്കറിയാം. അവള് മാക്സിമം എക്സ്ട്രീം എന്താ ചെയ്യുന്നത് എനിക്കറിയാം. അവൾക്ക് ഏറ്റവും ദേഷ്യം വന്ന അവൾ മിണ്ടാണ്ടിരിക്കും. അവളൊന്നും മിണ്ടില്ല. ഞാൻ ഇമോഷണൽ ടോക്കിന്റെ ആളാണ്, കരയിപ്പിച്ചളയും. വി ബോത്ത് നോ ഈച്ച് അതർ. എൻ്റെ ഭർത്താവാണെന്നുള്ളത് ആരെയും ധൈര്യത്തോടെ നിന്ന് പറയണം. സിബിൻ ബെഞ്ചമിൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ കഥാപ്രസംഗം പറയാറുണ്ട് തുടക്കത്തിൽ. ഇന്ന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിബിന് പല പല രൂപങ്ങളിലാണ് പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ കാണുന്നത്. DJ ആയി കാണുന്നു, അത് കഴിഞ്ഞ് അവതാരകനായി കാണുന്നു, ഡാൻസറായി കാണുന്നു. എന്താ സത്യത്തിലുള്ള സിബിൻ ആരാണ്? ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റോൾ ഇതിലേതാ? അല്ല, എന്റർടൈൻ ചെയ്യിക്കാൻ ഇഷ്ടമാണ് ആൾക്കാരെ. അല്ല, എന്നാലും നമ്മുടെ ഈ DJ എന്നൊക്കെ പറയുന്നത്, സിബിനൊക്കെ ആ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത്, ഞാനൊക്കെ ഇത് കേട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഫീൽഡ് ഉണ്ട്, ഇതിലൊരു കരിയർ പ്രായമുണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, അങ്ങനെയല്ല. എന്നാലും അതൊക്കെ ആ സമയത്ത് ഇങ്ങനെ ഒരു കരിയർ ഉണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞത് എങ്ങനെയായിരുന്നു? ഇതൊരു കരിയർ ആക്കണം എന്ന് തീരുമാനിച്ചൊന്നുമില്ല, പക്ഷെ കലാകാരനാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഡാൻസ് കൊറിയോഗ്രാഫർ ആയപ്പം പാട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ജോലി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് കൊള്ളാം, നല്ല പരിപാടിയും തോന്നി, അങ്ങനെ DJ ആയതാണ്. കരിയർ ആക്കണമെന്ന് തീരുമാനിച്ചില്ല. ആണോ? പക്ഷെ ഇതൊക്കെ അങ്ങനെയൊക്കെ നടന്നാലും എനിക്ക് സിബിന് ഭയങ്കര കൃത്യമായിട്ട് അറിയുന്നത്, ആദ്യമായി ബിഗ് ബോസിൽ ഇത്രയും ബഹളം ഉണ്ടാക്കിയ ഒരാളെന്നുള്ള നിലയിലായിരുന്നു. പക്ഷെ അതിനുശേഷം പല ഇന്റർവ്യൂസിലും പറയുന്നത് ഞാൻ കേട്ടു, അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല, അത് അനാവശ്യമായ ഒരു പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടാവാൻ കാര്യം? അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായില്ല, നേരെ മറിച്ച് ദോഷങ്ങൾ മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് അത് അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. കാര്യം ഷോ കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് എന്താ പറയാ, നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലത് ആഗ്രഹിച്ചിട്ടാണല്ലോ എന്ത് കാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നല്ലത് ആഗ്രഹിച്ച് ഞാൻ പോയ ഒരു ഷോയാണ്. ആ ഷോയിൽ നിന്നും നല്ലത് സംഭവിക്കേണ്ട സ്ഥലത്ത് നല്ലത് സംഭവിച്ചില്ല. അത് ചില പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബാഹ്യ ഇടപെടലുകൾ കാരണമാണെന്ന് മനസ്സിലാക്കിയപ്പോ ഒന്ന് റിയാക്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു വിഷമമുണ്ടല്ലോ. നമുക്ക് കുറച്ച് എന്താ പറയാ, കുറച്ച് പ്രഷറൊക്കെ വന്നപ്പോ റിയാക്ട് ചെയ്ത് പോയി. പക്ഷെ ആ റിയാക്ഷന് പ്രശ്നത്തിൽ റിസൾട്ട് ഒന്നും ഇല്ല, നഷ്ടങ്ങളേ ഉള്ളൂ.
ഞാൻ ആലോചിക്കാറ് സിബിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് ആര്യ. ആര്യയും വളരെ നല്ല ഭാഷയിലും ദേഷ്യപ്പെട്ടും ഒക്കെ പറഞ്ഞതാ പോവല്ലേ മോനെ പോവല്ലേ മോനെ എന്ന്. എന്നിട്ടും അതിന് പോകാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ആ ഷോ ഭയങ്കര ഇഷ്ടമുള്ള ഷോ ആയിരുന്നു എനിക്ക്. അപ്പം സീസൺ 1 തൊട്ടാണെങ്കിലും ഞാൻ ആ ഷോ ഭയങ്കര അടുത്ത് കാണുന്ന ഒരാളാണ് പല രീതിയിലും. ഇപ്പം ഷോ ആസ് എൻ ഓഡിയൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ബിഹൈൻഡ് എന്താണ് അതിന്റെ പരിപാടികൾ എന്നൊക്കെ പഠിക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ആ ഷോയോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോയതാ, വാശി കാണിച്ച് പോയതാ. നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും, നമ്മൾ എന്തൊക്കെ വേറെ പല കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചാലും ആളുകൾക്ക് എപ്പോഴും കേൾക്കാൻ ആഗ്രഹം നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാനും ഒക്കെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ആര്യയുടെ പല വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും ചിങ്ങത്തിൽ കല്യാണാന്നും കൂടെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല ഇത്ര കൃത്യമായി ഞാൻ എങ്ങനെ അത് പറയാം? ചിങ്ങത്തിൽ കല്യാണം ഓക്കേ അങ്ങനെ വരെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. കാര്യങ്ങളൊക്കെ എവിടം വരെയൊക്കെ എത്തി, എന്ത് പ്രിപ്പറേഷൻസ് ഒക്കെ എവിടെ എത്തി? അത് പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. ആക്ച്വലി ഡേറ്റ് ഒക്കെ ഇങ്ങനെ പതുക്കെ ഫിക്സ് ചെയ്യാനുള്ള അടുത്തെത്തി നമ്മൾ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ട്. ഇനി വെന്യൂ ഹണ്ടിങ്ങിലാണ്. പാരലലി ബാക്കി കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ആര്യ എന്ന് പറയുന്ന ഒരു എന്താ പറയാ കോസ്റ്റ്യൂമർ കൂടിയാണ്. ഇത്രയും കോസ്റ്റ്യൂമുകളൊക്കെ കയ്യിൽ വെച്ചിട്ട് ഏത് ഇടണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആളായിരിക്കും. സാരിക്കട മൈലാളി. അതേ ടെൻഷൻ സിബിനുണ്ടോ? നമുക്കതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണുങ്ങളുടെ തലവിധിയാണ്. പെണ്ണുങ്ങൾ എന്തിടുന്നു അതിനനുസരിച്ചുള്ള കഷണങ്ങൾ തയ്പ്പിച്ച് ഇറങ്ങി വരിക എന്നുള്ള അങ്ങനെയല്ലേ നടക്കുന്നത്. അവര് ലെഹങ്ക കിട്ടി കഴിഞ്ഞ് കിളിപ്പച്ചയാണെങ്കിൽ നമ്മൾ കിളിപ്പച്ച മുണ്ടും ഷർട്ട് ഇട്ട് വരണം. അവരൊരു സാരി എടുത്തു കഴിഞ്ഞാൽ ആ സാരിയുടെ കളറിനുള്ള ഷർട്ട് ഇടണം. വേറെ നിവർത്തിയില്ല. പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യാനുള്ള ആണുങ്ങൾക്ക്? ഇപ്പൊ പെൺകുട്ടികളാകുന്ന സമയത്ത് അവർക്ക് സാരി, ചെലങ്ക, അതിന് ചെക്കതായ മാല, അതൊന്നല്ല ഒരു 9 എണ്ണം കാണും ഇതുവരെ. പിന്നെ നെറ്റിച്ചുട്ടി, പിന്നെ ഇവിടെ ബ്ലൂഷസ്, നമുക്ക് എന്തുണ്ട്? ഒരു ചെരുപ്പ്, ഒരു വാച്ച്, കൂടിപ്പോയ 2 മോതിരം. പിന്നെ ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കാറില്ല, സത്യം പറയാലോ. അതിനിടയിൽ ഇങ്ങനെ പല തരത്തിലും കാഞ്ചീവരം എന്നുള്ള പേരിൽ പലരും ഈ സാരികൾ വിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു CFO എന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു പ്രതികരിച്ചുകൊണ്ടിരുന്നത്? ഇല്ലേ, ഇതിപ്പം ബേസിക്കലി കോൾ സെക്രട്ടറി ഞാനായിരിക്കും ഈ പ്രശ്നപരിഹാര കമ്മിറ്റി ഞാനാണ്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറയാം എനിക്ക് വിട്ടാറ് ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ചാനൽ നമ്മൾ കൊടുക്കും. നമ്മളെ പറ്റിക്കുന്ന ഈ പറയുന്ന ഇപ്പം സ്കാം ഭയങ്കര കൂടുതലായിട്ട് നടക്കുകയാണല്ലോ. അപ്പം സ്കാമൊക്കെ വരുമ്പോൾ ഞാനായിരിക്കും കൂടുതലും കസ്റ്റമറിനോട് സംസാരിക്കുന്നത്. ചിലരൊക്കെ ചീത്ത വിളിക്കും, നമ്മൾ കേൾക്കും. ചിലർ പേഴ്സണലായിട്ട് പറയും. അപ്പൊ ചിലപ്പോ തിരിച്ചെല്ലാം പറയും. അതല്ലേ പിടിച്ചേക്കും. സിബിന് പോലെ തന്നെ ഒരു ട്രോമ ഉള്ള ആളായിരുന്നു ആര്യയും. അതുപോലെ കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയും പല തരത്തിലുള്ള എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാതെ നിന്ന ഒരാളുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് സിബിൻ ഉണ്ടായിരുന്നു? ഇല്ല, ആ സമയത്ത് ഞങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഇത്ര ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ കാണുന്നത് വല്ല വർക്ക് സ്പേസിൽ കാണുകയും എന്തെങ്കിലും വർക്കിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആക്കിയത് സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറഞ്ഞ ഷോ ആണ് ഏഷ്യാനെറ്റിലെ. അതെ, ആ ഷോ ആണ് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആവാനുള്ള കാരണം. അതിന് മുന്നേയും ഞങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പെട്ടെന്ന് അടുക്കുന്നത് ഈ ഷോയിലൂടെയാണ്. എവിടെയെങ്കിലും ഒക്കെ ആ കാലഘട്ടത്തിലെ വിചാരിച്ചിട്ടുണ്ടോ ഇയാള് ജീവിതത്തിലേക്ക് വരും? ഒരിക്കലില്ല. നമ്മൾ ആ സ്പേസിൽ നമ്മൾ ആരെയും കണ്ടിട്ടേ ഇല്ല. ഇല്ല, ആ സമയത്തൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ആര്യയുടെ വീട്ടിൽ ചെന്ന് സിബിൻ അവതരിപ്പിച്ചിരുന്നോ? ആര്യയുടെ അമ്മയുടെ ഞാനാ പറഞ്ഞ. ആണോ? അപ്പൊ എന്തായിരുന്നു റെസ്പോൺസ്? പറഞ്ഞിരുന്നു കുറച്ചു നേരം. എന്നിട്ട് പുള്ളിക്കാരി എന്തര വരട്ടെ എന്തര വരട്ടെ പുള്ളിക്കാരി ഞാൻ ഓടായിരുന്നു. അല്ല, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ വീട്ടിൽ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇപ്പൊ സിസ്റ്റർ ആണെങ്കിലും ഒക്കെ ഇടുന്ന പോസ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും ചേച്ചിക്ക് ഒരു ലൈഫ് ഉണ്ടാകുന്നതും ചേച്ചി അങ്ങനെ മാറുന്നതും ഒക്കെ വളരെ സന്തോഷമുള്ള ആൾക്കാരാണ്. ഇവരുടെയൊക്കെ റെസ്പോൺസ് എന്തായിരുന്നു? ഇപ്പൊ എല്ലാവരോടും പറയണമല്ലോ, അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇവര് ഞങ്ങളെല്ലാരും ബേസിക്കലി നമ്മള് എല്ലാവരും സുഹൃത്തുക്കളാണല്ലോ, സുഹൃത്ത് വലയത്തിലാണല്ലോ. അപ്പൊ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം അടുക്കളയിലാണ് പോണത്. അതൊരു നേച്ചറാണ്, എന്താ അറിയില്ല. അപ്പൊ ഞാൻ നേരെ എന്താ കഴിക്കണമെന്നും ചട്ടിയൊക്കെ തുറന്നു നോക്കി. അപ്പൊ ആര്യയുടെ അമ്മയും ഞാനും പണ്ടേ നല്ല അടുപ്പമുള്ള ആൾക്കാരാണ്. അതുപോലെ ആര്യയുടെ അനിയത്തി അഞ്ചു ആണെങ്കിൽ അഞ്ചു എൻ്റെ സ്വന്തം അനിയത്തെ പോലെയാണ്. ഒരു ഞാൻ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയ സമയത്ത് അഞ്ചിന്റെ ഡയറി ഞാൻ ഒരു അഞ്ചു അറിയാം, അവളെപ്പോഴേ അറിയുന്നത്. ഞാൻ ഒരു അഞ്ചിന്റെ മുറിക്കാറി പോയിട്ട് ചുമ്മാ വേറെ എന്തോ തപ്പുമായിരുന്നു. ഒരു ഡ്രോ ഒരു ഡയറി കൊള്ളാലോ ഡയറി തുറന്നു. ഞാൻ വായിച്ച ഇവിടെ ഡയറി
അവളിപ്പോഴാണ്. അപ്പൊ അവൾ ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അവളുടെ ഇവർ രണ്ടുപേരും അച്ഛനോട് ഭയങ്കര കണക്കാണ്. അപ്പൊ അച്ഛൻ എഴുതിയ ഒരു ലെറ്ററാണ്. അപ്പൊ അതിൽ എപ്പോഴും അഞ്ചു എഴുതിയിട്ടുണ്ട്, എന്നെയും ആരെയും കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ കല്യാണം കഴിച്ച് സൂപ്പർ ആയിരിക്കും. അവർ കല്യാണം ദേ ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അച്ഛനൊരു കത്ത് എഴുതി. ഓക്കെ കൊള്ളാം. അപ്പൊ എവിടെ ഇവരൊക്കെ ആഗ്രഹിച്ചതായിരുന്നു ഈ കാര്യങ്ങള്. ഇത് ആര്യനോട് പറഞ്ഞിരുന്നോ? ആരുടെ അത് പറഞ്ഞ അപ്പൊ എന്തായിരുന്നു റെസ്പോൺസ്? സന്തോഷമായിരുന്നു ഒബ്വിയസ്ലി. അല്ല ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ? അതെ, ഇത് കഴിഞ്ഞിട്ടാണ് ആര്യോട് ഇതൊക്കെ പറയുന്നത്. അതെ അതെ ഒബ്വിയസ്ലി യെസ്. ചിലപ്പോ ആര്യടുത്തും ഞങ്ങളുടെ പല സുഹൃത്തുക്കൾ ഇത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആര്യക്ക് ഇത് ഇങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. എനിക്ക് ചിലപ്പോ അവന്റെ മനസ്സിലങ്ങനെ ഇല്ലെങ്കിലോ. അല്ല ആര്യക്ക് ആദ്യമായി കൊടുത്ത 2 റിങ്ങിന്റെ കഥ ഞാൻ കേട്ടു. തിരിച്ചെന്താ തന്നത്? തിരിച്ച് റിങ് ഒന്നും കിട്ടിയില്ല, കയ്യിലൊന്നും കാണുന്നില്ല. അതൊക്കെ വെയിറ്റ് ചെയ്ത് അതേപോലെ ഒരു സെറമണി ആയിട്ട് നടത്താലോ. അപ്പൊ അന്ന് തരുവായിരിക്കും. ഈ ഞാൻ ഇതുവരെ ചോദിക്കാൻ ഞാൻ ആലോചിച്ചിട്ടില്ലാത്തൊരു ആസ്പെക്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി വന്നുകൊണ്ട് ചോദിക്കാം. അങ്ങനെയല്ല, ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, ഞാൻ അടങ്ങിയൊതുങ്ങി ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് വീട്ടിൽ പറഞ്ഞപ്പോ വീട്ടുകാരുടെ ഒരു റെസ്പോൺസ്? ആദ്യത്തത് ഓക്കെ, ഞാനൊരു കല്യാണം കഴിയാൻ തീരുമാനിച്ചു, അടങ്ങി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല. എന്നാലും ഇത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് പറയുമല്ലോ, വീട്ടുകാർക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ക്ലൂ ഉണ്ടായിരുന്നോ? അച്ഛനും അമ്മയ്ക്കും? ഇല്ല, അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു തോന്നുന്നു. അത് ഇത് വീട്ടുകാർ അറിയുന്നത് തന്നെ ഒരു കോൺഫറൻസ് കോളിലാണ്. അതെന്താ? അതങ്ങനെയാണ്, അതങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അതായത് നമ്മള് വീട്ടുകാരോട് എല്ലാം മനസ്സിലെല്ലാം ഉറപ്പിച്ചൊരു ധാരണയായിട്ട് വീട്ടുകാരെ അറിയിക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പൊ ഞാൻ ആരെയും ഫോണിലെടുത്തിട്ട് ആരെടുത്ത് ഹോൾഡ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് പപ്പയെ വിളിച്ച് കോൺഫറൻസിലിട്ട്, മമ്മി ഉണ്ടോ അടുത്ത്? ഉണ്ടല്ലോ, ലൗഡ് സ്പീക്കർ ഇട്ട് ആ മമ്മി ഞാൻ കല്യാണം കഴിക്കാൻ പോവാണേ. ശരിക്കും ഇങ്ങനെ ഉണ്ടോ? ഞാൻ ഒരാളെ പരിചയം, അപ്പൊ ആര്യ അറിയാമല്ലോ അവർക്ക് ഒബ്വിയസ്ലി. അപ്പൊ ആര്യ മമ്മി ഓക്കെ എല്ലാം അറിയാലോ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അവരല്ല, ബാക്കി നേരിട്ട് സംസാരിക്കും. ഇങ്ങനെയാണ് ഞാൻ ആരും അറിയാം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നില്ലേ? അപ്പൊ എന്തായിരുന്നു അവരുടെ ഉപദേശിച്ച് പിടിച്ചിരുത്തി, എന്താ പറഞ്ഞു? നന്നായിട്ട് ജീവിക്കണം. എനിക്കിതൊരു സെക്കൻഡ് മാരേജ് ആണല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി തലയിരിഞ്ഞ് പോകരുത്, നന്നായി ജീവിക്കണം, പരസ്പരം മനസ്സിലാക്കി. സാധാരണ റുട്ടീൻ അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാരും മക്കൾക്ക് തരുന്ന ഉപദേശം തന്നു. പക്ഷെ തലതിരിഞ്ഞ് പോരുതെന്ന് പറയുന്നത് നമ്മള് തലതിരിഞ്ഞ് പോയത് കൊണ്ടാണോ ഒരു കല്യാണം മോശമായി പോയത്? അങ്ങനെ നമുക്ക് അതായത് വെച്ചാല് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് പഴയ ആൾക്കാരല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ മമ്മിയും പപ്പയും തല്ലുവിടുന്നത് കാണാറുണ്ടല്ലോ. ഞാൻ ആലോചിക്കുകയാണ്, ഇത് ഇപ്പോഴത്തെ കാലത്ത് പപ്പ ഒരു മിനിമം 10 പ്രാവശ്യം മമ്മിയെ ഡിവോഴ്സ് ചെയ്യണം, മമ്മി ഒരു 15 പ്രാവശ്യം പപ്പയെ ഡിവോഴ്സ് ചെയ്യണം. അവരങ്ങനത്തെ കാലഘട്ടത്തിൽ ജീവിച്ച് അവരാ ബോണ്ടിങ്ങോട് കൂടി ജീവിക്കുകയാണ്. നമുക്കൊന്നും ഇത് പറ്റത്തില്ല. ബിക്കോസ് നമ്മളെല്ലാവരും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി തേടി നടക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ഇൻഡിവിജ്വാലിറ്റി, എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ സ്പേസ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ്. അവർ പറയുന്നത് നമ്മൾ കേൾക്കുക എന്നല്ലാതെ അവരെ പഠിപ്പിക്കാൻ പോരുത്, തോറ്റു പോകും. കറക്റ്റാ. അല്ല എന്നാലും അങ്ങനെ എന്താ പറയാ, ഇനി നന്നായി നടക്കണം, നമ്മൾ ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന ആ സാധനം എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ തയ്യാറാവുമല്ലോ. മമ്മി വിചാരിക്കണ പോലെ അല്ല, ഇത് ഇങ്ങനെയല്ല എന്ന് പറയാനുള്ള എവിടെയെങ്കിലും ഒക്കെ ആ ഒരു ത്വര ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ത്വരയാണ് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 1 വർഷം മുന്നേ ആ ത്വരയായിരുന്നു. അപ്പൊ നമ്മള് ജീവിതത്തിലെ അപ്പൊ ഞാൻ പഠിച്ച് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കേൾക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കേട്ടിട്ട് മനസ്സിലാക്കുന്നവരുടെ മുമ്പിൽ പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് തോന്നി അത് മമ്മിയുടെ അടുത്തും പപ്പയുടെ അടുത്തും എൻഡ് ഓഫ് ദ ഡേ ഞാനിപ്പം മോനെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ അവർ പറയുമ്പോഴാണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവർ നമ്മുടെ കൂടെ നിന്നോളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും നമ്മൾ ചേർത്ത് പിടിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോൻ അത് ഇങ്ങനെയാണ്, അങ്ങനെയാ, തെറ്റ് ചെയ്തു, നീ ചെയ്ത് മോശമാണെന്ന് പറഞ്ഞാലും നമ്മൾ ചേർത്ത് പിടിക്കുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മമ്മിയും പപ്പയും തിരുത്താൻ പോയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിലല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ മറ്റൊരു സുഹൃത്ത് നിങ്ങൾക്ക്? ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഞങ്ങളോട് അത് ചോദിച്ചിട്ടുണ്ട്. ആണോ? അതെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കട്ടിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ നിങ്ങൾ എന്തായിരുന്നു മറുപടി പറഞ്ഞോണ്ടിരുന്നത്? ശരിയല്ലേ, ഇവിടെ സെറ്റ് ആവില്ല. ആണോ? പക്ഷെ സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ഞാനിങ്ങനെ നിങ്ങളുടെ പല വീഡിയോസ്, നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന വീഡിയോസ് കണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ടെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. ഇല്ലില്ല, ഇത് വളരെ റീസെന്റ് ആയിട്ട് ഞങ്ങൾ എടുത്തൊരു ഡിസിഷനാണ്. ഞങ്ങള് ഒരിക്കലും അങ്ങനെ ഒരു ഉള്ളിൽ ലൈൻ ഇട്ടിട്ട് നോ വേ, വളരെ അടുത്ത കുറച്ച് കാലത്തിന് മാത്രം മുന്നേ എടുത്തൊരു തീരുമാനമാണ്.
തെറ്റിദ്ധാരണയാണ്. സിബിന്റെ മനസ്സിലൂടെയാണ് ആദ്യമായിട്ട് ആ തോട്ട് പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ 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 അതെ, കല്യാണം കഴിച്ചാലെന്ന് ഞാനാണ് ആദ്യം ചോദിച്ചത്. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു തോന്നല്? നമ്മൾ ഒത്തിരി ആളുകളെ കാണുന്നു, ഒത്തിരി ആൾക്കാരുടെ ജീവിതം കേൾക്കുന്നു, നമ്മളൊരു ബാഡ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് പേര് പറയും ഇനി ഞാനൊരു തീരുമാനം എടുക്കും, ഇനി കല്യാണമേ ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നതിൽ നിന്ന് ഇനി ഇതാണ് എന്റെ റൈറ്റ് പാർട്ട്ണർ എന്ന് കണ്ടുപിടിക്കാൻ തോന്നിയ അല്ലെങ്കിൽ ആ തോട്ടുണ്ടായതിന് കാരണം എന്തായിരുന്നു? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ആര്യ. അതായത് എന്റെ എല്ലാം അറിയാം, എന്റെ ഉടായ്പ മൊത്ത പരിപാടികൾ അറിയാം. നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. തിരിച്ചു അതെ, ആര്യ എൻ്റെ അടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. ഇനി അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നോക്കിയാലും മനസ്സിലാവും ഏതോടെ പെണ്ണിനെ വായി നോക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഒരാളാകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു തീരുമാനം എടുത്തു. അങ്ങനെ എവിടെ നിന്നായിരുന്നു ആ ധൈര്യം സംഭരിച്ചത്? ഇങ്ങനെ ഒരു കാര്യം പോയി ചോദിച്ചേക്കാം, ഇനി നോ പറഞ്ഞാലും കുഴപ്പമില്ല, അതിനെ ഞാൻ വളരെ പോസിറ്റീവായി എടുക്കും. ഇവളെ എനിക്ക് അറിയാലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ചില്ല ഇവൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യും. ഇപ്പം ഇത് നോ എന്നാണ് ഇവൾ പറയുന്നതെങ്കിലും, അല്ലെങ്കിൽ എടാ അത് നമ്മൾ ഇലവങ്ങിച്ച് ശരിയാവില്ല എന്നാണ് ഇവൾ പറയുന്നതെങ്കിലും അതിനുശേഷം നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് ഡിസ്കസ് ചെയ്തത് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചു. പറയാൻ പറ്റില്ല, വെള്ള മനസ്സിലുണ്ടായിരുന്നായിരിക്കാം. പിന്നെ ഒരു ജാട ഉണ്ടല്ലോ, സമ്മതിച്ചില്ല. അപ്പൊ എന്തായിരുന്നു അപ്പൊ പെട്ടെന്നുള്ള റെസ്പോൺസ്? അപ്പൊ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ആലോചിച്ചൊന്നുമില്ല, ഓക്കെ എന്നാ കല്യാണം. പക്ഷെ മറ്റൊരു വീഡിയോയിൽ ഞാൻ കേട്ടു, അതായത് ഖുഷിയും സിബിനും കൂടെ ഒരു മുറിയിൽ പോയി കുറെ നേരം ഇരുന്ന് സംസാരിച്ചു. അവരെന്താണ് സംസാരിച്ചതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതറിയണ്ട, അത് പറയില്ല. അത് ഖുഷി എന്തെങ്കിലും വളർന്ന വലുത് ഇതുപോലെ ഇന്റർവ്യൂ പറയട്ടെ. അതെല്ലേ. പക്ഷെ പുള്ളിക്കാരിയോട് മോളോട് എന്ന് പറയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ചും പെൺമക്കളോടും കൂടെ പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ ഒക്കെ എന്താ പറയുക റിസർവ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചൊക്കെ ആയിരിക്കുമല്ലോ ഒരു കാര്യം അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തിട്ടാണോ പോയത്? ഇല്ല, ഖുഷി ഞാനും കണക്ഷൻ നല്ലതായിരുന്നു പണ്ട് തൊട്ടേ. അതായത് ഞാൻ ആരെയും പരിചയപ്പെടുന്ന സമയം തൊട്ട് എനിക്ക് ഖുഷീനെ അറിയാം, ഞങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആണ്. ഞാൻ ആ ഖുഷിയെ പരിചയപ്പെടുന്ന സമയം തൊട്ട് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ഒരു കണക്ഷൻ ഖുഷിയുടെ അടുത്താണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളോടാണെങ്കിലും എപ്പോഴും ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പം ഐ നോ ഖുഷി എന്താണ് തിങ്ക് ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം. ഖുഷിക്ക് എന്താണ് ഖുഷിയുടെ മനസ്സിൽ പോകുന്നതും ഖുഷി ആര്യനെ എവിടെ കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നും. ഖുഷിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആര്യനാണ്. തീർച്ചയായിട്ടും നോ മാറ്റർ വാട്ട് എന്താണെങ്കിലും അതിന്റെ മേളിൽ ഒന്നുമില്ല. അപ്പൊ എനിക്ക് എൻ്റെ അമ്മ സന്തോഷമായിട്ട് ഇരുന്നോളും എന്നുള്ള ഒരു സാധനം ഖുഷിക്ക് കിട്ടണം, അതേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബേസിക്കലി കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ സീക്രട്ട് ബേസിക്കലി നമ്മൾ കാണുന്ന സിബിനും നമ്മൾ കാണുന്ന ആര്യയും ഒക്കെ ഭയങ്കര ജോളി ആയിട്ടുള്ള ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഭയങ്കര ടെൻഷനുകൾ ഒക്കെ നിറഞ്ഞൊരു ഭയങ്കര ടെൻഷനുള്ള ആളാണ്. ആണോ? എന്നുവെച്ചാ ഞാൻ ബാക്കിയുള്ളവരുടെ പെയിൻ കെയർ ചെയ്യുന്ന ഒരാളാണ്, കൊണ്ടു കിടക്കുന്ന ഒരാളാണ്. അതെ, അതുകൊണ്ടായിരിക്കും ചില നമ്മളെപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത്. അയാൾക്ക് എന്ത് അയാൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം എന്നെ വിളിച്ചിട്ട് ഒരാളൊരു സങ്കടം പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പം നമ്മളത് കേട്ടിട്ട് നമ്മൾ അയാളെ സമാധാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിത് കൊണ്ടുനടക്കും. ഭയങ്കര ഇപ്പോഴും അതെ, എനിക്ക് ഭയങ്കര വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് കണ്ണ് നിറയും. അതിങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആര്യ അങ്ങനെയാണ്. ആര്യ കഴിഞ്ഞു കഴിഞ്ഞാൽ സിബിന്റെ വലിയൊരു ക്ലോസ് ഫ്രണ്ട് അല്ലെങ്കിൽ എല്ലാം തുറന്നു പറയുന്ന ഒരു സുഹൃത്ത് എന്ന് പറയുന്ന ആരാണ് ഇപ്പൊ? കുറച്ചധികം പേരുണ്ട്. ഒന്ന് സരോജ് എന്ന് പറഞ്ഞിട്ട്, സരോജ്, പിന്നെ ടിക്കു, വിനു, അങ്ങനെ കുറച്ച് പൈമാര്. ഇവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സിബിനൊന്ന് സെറ്റിൽ ആയി കാണണം? ഒബ്വിയസ്ലി യെസ്. എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നീ നടന്നാൽ പറ്റില്ലല്ലോ, നിനക്ക് കല്യാണം കഴിച്ചൂടെ എന്നൊക്കെ അവർ പറയും. നീ ഇങ്ങനെ നടന്നാൽ ശരിയായി, അത് പ്രോപ്പറായിട്ടൊരു പരിപാടി പിടിക്കളിയാന്ന് പറയാറുണ്ട് എപ്പോഴും നമ്മുടെ അടുത്ത്. ആണോ? അപ്പൊക്കെ എന്താ മറുപടി പറയാറുണ്ടായിരുന്നത്? നീ കിടന്ന് അനുഭവിക്കില്ല, എന്തിനാണ് ഞാൻ അനുഭവിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ മലയാളികളുടെ ഒരു ടിപ്പിക്കൽ ആൻസർ ആണല്ലേ. എല്ലാവരും പോയി കെട്ടും. സംഭവം ഇതിലെ കാര്യം പറഞ്ഞ പെണ്ണ് കിട്ടാത്തോണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും എവിടെയെങ്കിലും ഒക്കെ സിബിനും കുറിച്ച് എന്താ പറയാ വിവാഹ അഭ്യർത്ഥനകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യർത്ഥനകളോ ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ? അതിനൊക്കെ എങ്ങനെ ഡീൽ ചെയ്തോണ്ടിരുന്നത്? ആരെയും വേദനിപ്പിക്കാതെ അതാണ് ആരെയും വേദനിപ്പിക്കാതെ കൊണ്ടുപോകാറുണ്ടോ? അതോ കണക്കിന് എല്ലാവരും മാനേജ് ചെയ്ത് പോവായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ പെണ്ണുപിള്ള സ്റ്റോറി കിട്ടാൻ നാട്ടിച്ചില്ലേ?
നമ്മളെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ അയ്യോ മോളെ നമ്മൾ കുറച്ച് അധികം പഞ്ചാര ആവുന്നുണ്ടോ ക്രിഞ്ച് ആവുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ആര്യക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആര്യക്ക് ഇങ്ങനെ സ്റ്റോറി ഇടലും ഷീ ലൈക്സ് ഇറ്റ്. അപ്പൊ ആര്യ ഇഷ്ടമുള്ള കാര്യം ആര്യ ചെയ്യട്ടെ എന്നാണ് ഞാൻ. എനിക്ക് സത്യം ബീങ് വെരി ഫ്രാങ്ക്, എനിക്ക് എപ്പോഴും ഒരു പ്രാവശ്യം തോന്നി, ഒരു പ്രാവശ്യം എനിക്ക് തോന്നി ഇത് കുറച്ചുകൂടി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം വർക്കായി. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഞാൻ എന്നെ കൺട്രോൾ ചെയ്തു, അതാണ് ശരിയെന്ന് തോന്നി. അത് നമ്മൾ ആരെയും വിഷമിപ്പിക്കുന്നത്, യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് യു കൺട്രോൾ യുവർ സെൽഫ്. പ്രശ്നം കഴിഞ്ഞു. അല്ല ഞാൻ തന്നെ ചിലതിലൊക്കെ ശ്രദ്ധിച്ചു. അതായത് നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ആളെ കൂടെ പിടിച്ച് കൊളാബിലിടും. അതൊന്നും പലതിലും കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അമ്പടാ ഇത് കുറച്ച് ക്രിഞ്ച് ആവുന്നുണ്ടെന്ന് സ്വയം തോന്നുന്നുണ്ടോ, അതുകൊണ്ടാണോ ഇനി അത്? ഇല്ല അങ്ങനെയല്ല, അത് കൊളാബ് ചില പോസ്റ്റുകളിൽ കൊളാബുണ്ട്, ചില പോസ്റ്റുകളിൽ കൊളാബില്ല. എല്ലാത്തിലും കൊളാബ് ചെയ്യണോ? എന്നെ ഇൻസ്റ്റാഗ്രാം കണ്ടാറേ, ഞാൻ എന്നോട് ഇൻസ്റ്റാഗ്രാം പേഴ്സൺ. അങ്ങനെയല്ല, എനിക്ക് ഈ പറയുന്ന എന്റെ സൂര്യ TV കൊളാബ് ചെയ്യുന്ന വീഡിയോസും കുറെ ചക്കു ചവർക്കുണ്ട്. ആര്യ പറയുന്ന എന്റെ ഇൻസ്റ്റാഗ്രാം ഒട്ടും എസ്തെറ്റിക് ഇല്ല. അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് എന്താണോ മാഡം ചെയ്തു തരുന്നത്? എന്റെ അടുത്ത് പോസ്റ്റ് ഒക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടാൻ പോകുമ്പോഴൊക്കെ ഫോൺ മേടിച്ച് എഡിറ്റ് ചെയ്യോ അല്ലെങ്കിൽ സ്റ്റോറി ഒക്കെ ഇപ്പം അത് ചെയ്യാറില്ല. കാര്യമില്ലല്ലോ, പുള്ളിക്കരുത്ത് പറഞ്ഞ സെറ്റാക്കി തരുമ്പോൾ ഞാൻ 5 എണ്ണം അലമ്പാക്കും. അത് ശരി, അതുകൊണ്ട് കാര്യമില്ല. എന്റെ ഇൻസ്റ്റാഗ്രാം ഇച്ചിരി അലമ്പാ, ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. നമ്മളിപ്പോ എപ്പോഴും പറയും, അതായത് 2 വ്യക്തികൾ തമ്മിൽ പെട്ടെന്നൊന്ന് കണ്ട് കല്യാണം കഴിക്കുക, പിന്നെ അത് വർക്കൗട്ട് ആവുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരയുക, അതിനേക്കാൾ എപ്പോഴും നല്ലത് 2 പേരും ഒരുമിച്ച് ജീവിച്ച് നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് പലതരത്തിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് ഇതിലേക്ക് ഇറങ്ങിയാൽ മതിയെന്ന്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ട്നേഴ്സ് ആണ്? അതെ അതെ അതെ, നമ്മൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഡെഫിനറ്റ്ലി യെസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യാറുള്ളത്? എന്നെ പറഞ്ഞു മനസ്സിലാക്കും. വൈഫ് ഈസ് ഓൾവേസ് റൈറ്റ്, അതാണോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ദാറ്റ്സ് വേർ തിങ്സ് കം. അതായത് ഇപ്പൊ ഞാൻ അലമ്പാവാറുണ്ട് കേട്ടോ, ഞാൻ പല സാഹചര്യങ്ങളിൽ എന്റെ ബിഹേവിയർ മോശമാവാറുണ്ട്. അപ്പൊ ആര്യ പറഞ്ഞു മനസ്സിലാക്കും, അവൻ ഇച്ചിരി അലമ്പാണ്, ഇപ്പൊ മിണ്ടായിരിക്കാം, അവള് മിണ്ടാണ്ടിരിക്കും, വൈസ് വേഴ്സ തിരിച്ചും. അപ്പം ഇതാണ് ബേസിക്കലി അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഞങ്ങളുടെ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ട ആൾക്കാരാണ്. ഞാൻ ദേഷ്യം വന്ന മാക്സിമം എക്സ്ട്രീം എന്താ ചെയ്യുന്നത് അവൾക്കറിയാം, അവള് മാക്സിമം എക്സ്ട്രീം എന്താ ചെയ്യുന്നത് എനിക്കറിയാം. അവൾക്ക് ഏറ്റവും ദേഷ്യം വന്ന അവൾ മിണ്ടാണ്ടിരിക്കും. ഓ അത്രയാണോ? വളരെ സേഫ് അല്ലേ? അവളൊന്നും മിണ്ടില്ല. അവള് മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് അവൾക്ക് അത്രയും വിഷമവും ദേഷ്യവും ഉണ്ട്. അപ്പൊ പോയി ചുരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലമ്പാവും. അത് അങ്ങനെ വിടുക. അതുപോലെ തിരിച്ച് ഞാനും ദേഷ്യം വന്ന വിഷമം വന്ന ഞാൻ ഇമോഷണൽ ടോക്കിന്റെ ആളാണ്, കരയിപ്പിച്ചളയും. ഇമോഷണൽ ആയിട്ട് വർത്താനം പറയും, അങ്ങനെയാണ്. കരയൊന്നല്ല, അപ്പം അത് വി ബോത്ത് നോ ഈച്ച് അതർ. നിങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന കാര്യം എന്തായിരിക്കും? അങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ബാഹ്യ ഇടപെടലുകൾ കാരണമുള്ള വഴക്കുകളേ ഉള്ളൂ. നമുക്ക് 2 ഉടക്കാതൊന്നും ഇല്ലാത്തപ്പോ വെളിയിലൂടെ ഒരു ഇവര് നന്നായിട്ട് ചെയ്യുന്നുള്ളൂ, ഒരു കുതിരുമുണ്ടാക്കിയിട്ട് പോയേക്കാം ഒരാൾ വന്നൊരു സാധനം ഇട്ടിട്ട് അതിന്റെ പേര് ചിലപ്പോൾ ചെറിയൊരു ഉടക്കുണ്ടാവും. നമ്മൾ 2 പേരുടെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ വീട്ടിലെ കോൺവെർസേഷൻസ് എല്ലാം ആ ബിസിനസിനെ മാത്രം ചുറ്റിപ്പറ്റി ആവാറുണ്ടോ? ഇല്ല, ഞങ്ങൾ കടയിലെ കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത് ഞങ്ങളുടെ ബാക്കിയുള്ള ഭാഗങ്ങളെ പോലെയാണ്. അത്രേ ഉള്ളൂ, അല്ലാതെ എപ്പോഴും അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. ബിക്കോസ് ഞാൻ ഒരു സാരി ലവറോ അങ്ങനത്തെ എനിക്ക് അറിഞ്ഞൂടാ. കാഞ്ചീപുരം പട്ട്, ഓർഗാൻസ, സിൽക്ക് എനിക്ക് പോലും അറിയില്ല. എന്തൊക്കെയോ ഇരുന്ന് പറയും, ജുംക മട്ക ബുട്ക എന്നൊക്കെ പറയാം. നമുക്കിത് വല്ലതറിയാം, എത്ര രൂപ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ സ്റ്റോറി നടക്കുന്ന കാര്യങ്ങളുള്ള ഡിസ്കഷൻസ്, ഓപ്പറേഷൻസ് അതും വളരെ കുറച്ച് സംസാരിക്കാറ്. അത്രേ ഉള്ളൂ. ഈ മകൾ എന്ന് പറയുന്ന ഒരു ആള് അങ്ങനെ ഖുഷി ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും കൂടുതൽ നമ്മൾ പ്രിപ്പയർഡ് ആവണം, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെയുള്ള തോട്ട് എപ്പോഴെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? എങ്ങനെ ശ്രദ്ധിക്കണം? അതായത് അവളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരാളാണ് ഞാൻ, അപ്പോൾ അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഒരു എന്താ പറയാ പാമ്പേർഡ് ഫാദർ ആകണം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് എങ്ങനെയൊന്നും മാറ്റമൊന്നും തോന്നിയിട്ടില്ല. ഇല്ല, ബേസിക്കലി ഖുഷി ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെട്ടത്. ഇതാണ് സിബിൻ എന്നെ ഡാഡ്സ് ഇല്ലാന്ന് അന്നും വിളിക്കുന്ന. അതെ, പണ്ട് എന്നെ അങ്ങനെ ആ ഒരു അച്ഛൻ്റെ സ്ഥാനം തന്ന് ആണ് എന്നെ പുള്ളിക്കാരത്തി കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഡെഫിനറ്റ്ലി എന്നെ അങ്ങനെ ഇഷ്ടമാണ് ഖുഷിക്ക്. അപ്പൊ എനിക്ക് ഞാൻ എന്താണോ അതാണ് ഞാൻ ഖുഷീനെ ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഞാൻ ഇതിന് വരുത്തിയിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. ഈ പേര് എവിടെ നിന്ന് കിട്ടിയേ? ഏതാ ഈ ഡാഡ്സ് ഇല്ല എന്നുള്ള അത് ഖുഷിയുടെ തന്നെ ചോദിക്കണം. അതെ, ചോദിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ. ഖുഷി ഇടയ്ക്ക് വിളിക്കാം, നമ്മൾ കേൾക്കാം. അല്ല, ഇപ്പോഴങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത്? ഡാഡി ഡാഡ്സ് അല്ല
മാറി വിളിക്കും. ആണോ? ചിലപ്പോ ബ്രോ എന്നൊക്കെ വിളിക്കും. അതെ, നോ ബ്രോ, ഓക്കെ. ഞാൻ ആര്യെ പരിചയപ്പെടുന്ന സമയം തൊട്ട് എനിക്ക് കുഷീനെ അറിയാം. ഞങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആണ്. ഞാൻ ആ കുഷിയെ പരിചയപ്പെടുന്ന സമയം തൊട്ട് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇല്ല. എൻ്റെ നമ്പർ 1 എപ്പോഴും റയാനാണ്. അവന് വേണ്ടി എന്തും ചെയ്യാനും ഞാൻ തയ്യാറാണ്. എനിക്കുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ മകനെ നോക്കാത്തവൻ എന്നാണ്. എൻ്റെ മകനെ പ്രസവിക്കുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ. എൻ്റെ മകൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു വലിയ ഹോട്ടലിൽ, ഒരു വലിയ പരിപാടിയാണ്. എൻ്റെ മകനെ വാക്സിനേഷന് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ ഊബർ നോക്കിയപ്പോൾ ഊബർ കിട്ടാതെ നിവൃത്തിയില്ലാണ്ട് ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുപോയി. അവന് വെയിലടിച്ചിട്ട് ഒരു വണ്ടി മേടിക്കണമെന്ന് നിർബന്ധിച്ചു. പക്ഷേ നമ്മളെ വീട് ഡോക്യുമെൻ്റ് വെച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തു. പിന്നെ ആലോചിക്കണം ഞാൻ എന്തോരം ഇമ്പോർട്ടൻസ് എൻ്റെ ലൈഫിനെ കൊടുത്തിരുന്നു. റയാനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്നത് റയാന് 2 വയസ്സ് കഴിഞ്ഞ ദിവസമാണ്. പിന്നെ എന്നെ മകനെ കാണിക്കാതിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ അറിയില്ലായിരുന്നു എൻ്റെ മകന് കുറച്ച് അടുത്ത കാലം വരെ. അതറിയാം, എന്നെ എൻ്റെ മോനെ അറിയില്ല. Krishna Leela, Joy Alucas, world's favorite jeweler.